ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറാട്ട ഇതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഗാർലിക് ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലുള്ളതും എല്ലില്ലാത്തതുമായിട്ടുള്ള ചിക്കൻ 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഗാർലിക് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് സോയാ സോസും ചേർത്തിട്ടുണ്ട്. എൻ്റെത് കുറച്ച് ഡാർക്ക് സോയാ സോസാണ്. ഇപ്പോൾ ലൈറ്റ് സോയാ സോസും ഉണ്ടാവും, ഡാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂണൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവറും മൈദയും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ, രണ്ടാമത്തെ കോട്ടിംഗ് ആയിട്ട് വേണം ഈ മൈദയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോയാ സോസിൽ തന്നെ ഉപ്പ് ഉണ്ടാവും. ആ ഒരു ഉപ്പ് മതി കേട്ടോ ഈ ഒരു ചിക്കനിലേക്ക്. അത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്ന, 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യില്ലേ, ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹാർഡായി പോവരുത്, ഒരു സോഫ്റ്റായിട്ട് കുക്കാവില്ലേ ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹാർഡായിട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ചിക്കൻ അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല നമ്മൾ ഈ ഒരു ഗാർലിക് കറിയായിട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത്. ഒരു ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ വേണ്ടി, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്നത്. അത് നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കും. ഒട്ടും എണ്ണ കുടിക്കുന്ന ഒരു ടൈപ്പ് റെസിപ്പി അല്ല കേട്ടോ ഇത്. ഇത്രയും ഓയിൽ ഇതിൽ തന്നെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഓയിൽ കിടപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ആ ഓയിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്പ്രിംഗ് ഓണിയൻ കുറച്ച് അധികം തന്നെ 1/2 കപ്പിന് എടുക്കാൻ കാരണം ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ ഗാർലിക് ചിക്കന് സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്ന സമയത്ത്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക, നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സോയാ സോസ് 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡാർക്കാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു റെഡിഷ് കളറിലാണ് നമ്മുടെ ഈ ഒരു ഗാർലിക് ചിക്കൻ കിട്ടുക. ലൈറ്റ് ആണെങ്കിൽ ഇത്രയും കളർ കിട്ടില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതേ സമയം തന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് തിക്കായിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ വേണം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ ആ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ എന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഈ ഒരു വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആ ചിക്കൻ ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെ സ്ലറി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അതങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. വെള്ളമൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ, അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ്. പിന്നെ കുറച്ചും കൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറൊക്കെ നിങ്ങൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ സെയിം ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.